നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ത് ചെയ്യണമെന്നറിയാതെ കോൺഗ്രസ് തെക്ക് വടക്ക് ഓടുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം UDFന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒരു ഭാഗത്ത്, CPMഉം BJPയും തമ്മിലുള്ള പാലമായി ജോൺ ബ്രിട്ടാസ് പ്രവർത്തിക്കുന്നു എന്ന ആരോപണം വേറൊരു വശത്ത്, കോൺഗ്രസും CPMഉം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളിലൊപ്പം നിൽക്കൂ എന്ന് പറഞ്ഞ് BJP. അങ്ങനെ കേരളം മൊത്തം ഇപ്പോൾ ജഗപുകയാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഇതിലൊന്നിലും വ്യാകുലപ്പെടാതെ ചിന്തിക്കാതെ തൻ്റെ വഴിയുമായി അല്ലെങ്കിൽ തൻ്റെ കാര്യപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് മറ്റാരുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അടുത്ത തവണയും മൂന്നാം തവണയും തൻ്റെ സർക്കാർ വരുമെന്ന് പിണറായി വിജയൻ തനിക്ക് അടുപ്പമുള്ള രാഷ്ട്രീയ നേതാക്കളോടും ഉദ്യോഗസ്ഥ പ്രമുഖരോടും പറഞ്ഞു കഴിഞ്ഞു. BJPയുടെ ഉന്നത നേതാക്കളോടും വിദേശത്തുള്ള വൻകിട വ്യവസായികളോടും അദ്ദേഹം പറഞ്ഞതും ഇതുതന്നെയാണ്. അടുത്ത തവണയും കേരളത്തിൽ CPM സർക്കാരായിരിക്കും അധികാരത്തിൽ, അത് തൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും. ഇത് അദ്ദേഹം അടുപ്പമുള്ള പലരോടും പറഞ്ഞു കഴിഞ്ഞു. അടുപ്പമുള്ളവർ എന്ന് പറഞ്ഞാൽ വൻകിട വ്യവസായികൾ, ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ, കേന്ദ്രം ഭരിക്കുന്ന BJPയിലെ പ്രമുഖ നേതാക്കൾ, ഇവരോടെല്ലാം അദ്ദേഹം ഇത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മൂന്നാം തവണയും ഇടത് ഭരണം തുടരും എന്ന് അദ്ദേഹം തന്നോട് അടുപ്പമുള്ളവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, മൂന്നാം ഭരണത്തിൻ്റെ ഒരു റോഡ് മാപ്പ് തന്നെ അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് സർക്കാരുകളുടെയും പ്രധാന പദ്ധതിയായിരുന്ന അടിസ്ഥാന സൗകര്യ വികസനം, ഭവന നിർമ്മാണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയ തോതിലുള്ള മറ്റ് വൻകിട വികസന പദ്ധതികൾ ആലോചിക്കുന്നതായിരിക്കും മൂന്നാം ഭരണമെന്നാണ് പിണറായി വിജയൻ നൽകുന്ന സൂചന. മൂന്നാം ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂന്നാമതും പിണറായി ഭരണത്തിൽ വരികയാണെങ്കിൽ മറ്റൊന്നുമല്ല, കേരയിൽ അദ്ദേഹം പൊടി തട്ടിയെടുക്കും. കേരയിൽ മൂന്നാം ഭരണത്തിൻ്റെ മുഖമുദ്രയാകുമെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തൻ്റെ പാർട്ടിയുടെ നേതാക്കളോടും ഉന്നത ഉദ്യോഗസ്ഥരോടുമെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കേരയിൽ വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തൻ്റെ രണ്ടാം ഭരണത്തിൽ വരുമെന്നല്ല, താൻ മുഖ്യമന്ത്രിയെ തുടരുമെന്നും തൻ്റെ അടുത്ത ഭരണത്തിലും മുൻഗണനാ വിഷയങ്ങളിലൊന്ന് കേരയിൽ ആയിരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് കേരയിൽ വരും കേട്ടോ എന്ന പിണറായിയുടെ ആ പ്രസ്താവന. അത് വലിയ ട്രോളുകളായി പലയിടത്തും ആഘോഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ മൂന്നാം തവണയും LDF സർക്കാർ വരികയാണെങ്കിൽ, പിണറായി തന്നെ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്, പ്രധാന ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് കേരയിൽ തന്നെയായിരിക്കും. കേരളിൻ്റെ സ്ഥലമെടുക്കലും അതിനുള്ള മെഷർമെൻ്റ് എടുക്കലും മറ്റ് സർവേകളുമെല്ലാം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ എതിർപ്പ് രൂക്ഷമായതിനെ തുടർന്നാണ് അത് ഉപേക്ഷിച്ചത്. എന്നാൽ മൂന്നാം തവണ അധികാരത്തിൽ വന്നാൽ അത്രയ്ക്ക് എതിർപ്പ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകില്ല. കാരണം വലിയ തോതിലുള്ള ദേശീയപാത വികസനമൊക്കെ ഏതാണ്ട് പൂർത്തിയാകുമെന്ന, വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ദേശീയപാത വികസനം പൂർത്തിയാകും. വലിയ തോതിലുള്ള ഫ്ലൈ ഓവറുകളുമെല്ലാം 6 വരി പാത പൂർത്തിയാകുന്ന അവസ്ഥയിലേക്ക്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 വരി പാത പൂർത്തിയാകുന്ന മുറയ്ക്ക് കേരളയിലെ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി തൻ്റെ അടുപ്പക്കാരോടെല്ലാം പറഞ്ഞത്. അത് എന്തുകൊണ്ട് തന്നെ മൂന്നാം ഭരണത്തിൽ കേരളയിൽ ഉറപ്പാണ് എന്ന് മുഖ്യമന്ത്രി ഏറെക്കുറെ വ്യക്തമാക്കി കഴിഞ്ഞു. പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ, ഇടതുപക്ഷം മൂന്നാം തവണയും അധികാരത്തിലെത്തുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ മുഖമുദ്ര കേരളയിൽ തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.